ഊന്നുകല്ലിൽ പെരുമ്പാവൂർ വേങ്ങൂർ കുന്നത്തുതാഴെ ശാന്തിയെ കൊലപ്പെടുത്തി വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ തള്ളിയ കേസിൽ അറസ്റ്റിലായ അടിമാലി മന്നാങ്കാല പാലക്കാട്ടിൽ രാജേഷിനെ അടിമാലിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാജേഷ് സ്വർണം വിറ്റ സ്ഥാപനത്തിലെത്തിച്ച് വിറ്റ സ്വർണം കണ്ടെടുത്തു. 73 ഗ്രാം സ്വർണമാണ് അടിമാലി പോലീസിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്തത്. ഊന്നുകല്ലിൽ പെരുമ്പാവൂർ വേങ്ങൂർ കുന്നത്തുതാഴെ ശാന്തിയെ കൊലപ്പെടുത്തി വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ തള്ളിയ കേസിൽ അറസ്റ്റിലായ അടിമാലി മന്നാങ്കാല പാലക്കാട്ടിൽ രാജേഷിനെ അടിമാലിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. രാജേഷ് സ്വർണം വിറ്റ സ്ഥാപനത്തിലെത്തിച്ച് വിറ്റ സ്വർണം കണ്ടെടുത്തു. 73 ഗ്രാം സ്വർണമാണ് അടിമാലി പോലീസിന്റെ നേതൃത്വത്തിൽ സ്വർണ്ണ നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്തത്. പെരുമ്പാവൂർ വേങ്ങൂർ കുന്നത്തുതാഴെ ശാന്തിയെ കൊലപ്പെടുത്തി വീടിന്റെ മാലിന്യ ടാങ്കിലേക്കുള്ള ഓടയിൽ തള്ളുകയായിരുന്നു രാജേഷ്. കൊലപാതകത്തിന് ശേഷം രാജേഷ് മാമലക്കണ്ടത്തെ ഗോത്രവർഗ ഉന്നതിയിൽ ഒളിവിലായിരുന്നു. എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് പോലീസ് പിടിയിലായത്. ശാന്തയെ കൊലപ്പെടുത്തിയത് ഒറ്റയ്ക്കാണെന്നാണ് രാജേഷിന്റെ മൊഴി. ചുറ്റികയ്ക്ക് തലക്കടിച്ചാണ് കൊലപ്പെടുത്തിയത്. ആഭരണങ്ങൾ കവരുകയായിരുന്നു ലക്ഷ്യം. വീടിന്റെ പിന്നിലെ ഗ്രില്ലിന്റെ പൂട്ടു തകർക്കാനും കൊലപാതകത്തിനും ഉപയോഗിച്ച 2 ചുറ്റികകൾ പ്രതിയുടെ നേരിമംഗലത്തെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തിരുന്നു. ശാന്തയുടെ വസ്ത്രങ്ങൾ കൊല്ലപ്പെട്ട വീടിന് സമീപത്തെ തോട്ടിലും ബാഗ്, ഫോൺ എന്നിവ കോതമംഗലം കുരൂർ തോട്ടിലും ഉപേക്ഷിച്ചു. ഇവ കണ്ടെത്താനായിട്ടില്ല. നേരത്തെ മുതൽ അടുപ്പക്കാരായിരുന്നു ഇരുവരും. കഴിഞ്ഞ 18-ന് കാണാതായ ശാന്തിയുടെ മൃതദേഹം 22-നാണ് പോലീസ് കണ്ടെടുത്തത്. കൊലപാതകം നടത്തിയ ശേഷവും രാജേഷ് കോതമംഗലത്തുണ്ടായിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ കാറ് കോതമംഗലത്ത് ഉപേക്ഷിച്ച് മുങ്ങി. ശാന്തിയുടെ ആഭരണങ്ങൾ അടിമാലിയിൽ പിന്നീട് വിറ്റു. രാജേഷ് പിടിയിലാകും മുമ്പേ തന്നെ കാറും സ്വർണവും പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.